ലോകത്തിലെ ഏറ്റവും മോശമായ തെരുവു ഭക്ഷണങ്ങൾ. ഹലോ മക്കളെ, ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഫുഡ് എന്നത് നമുക്ക് ഏവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലേ. വ്യത്യസ്ത തരം ഫുഡുകൾ തേടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നവർ നമുക്കിടയിലുണ്ട്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ വായ്ക്ക് രുചിയും വയറിന് കേടുമാണെങ്കിലോ? അതെ ഗൈസ്, നല്ലതെന്ന് പറഞ്ഞ് നമ്മൾ വാരി കഴിക്കുന്നതൊക്കെ ശരിക്കും നല്ലത് തന്നെയാണോ? ഓരോ ആഹാരവും വ്യത്യസ്തമാക്കാൻ അതുണ്ടാക്കുന്നവർ പല രീതികൾ ട്രൈ ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ഒരാൾ ഫുഡ് ഉണ്ടാക്കി തരുന്നതെങ്കിൽ നിങ്ങൾ കഴിക്കുമോ? അതൊക്കെ കണ്ടാൽ വായിൽ നിന്നും കണ്ണിൽ നിന്നും വരെ വെള്ളം വന്നു പോകും. ഇന്ത്യയിലെ സ്ട്രീറ്റ് ഫുഡിന്റെ ഒക്കെ പ്രിപ്പറേഷൻ രീതി നിങ്ങളൊന്ന് കണ്ടു നോക്കണം ഗൈസ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. നമുക്ക് 1 മില്യൺ അടിക്കണ്ടേ. നമ്പർ 13, ബ്ലാക്ക് പാൻ കേക്ക്. നിങ്ങൾ പാൻ കേക്ക് കഴിക്കാറുണ്ടോ? എന്നാലും ഇങ്ങനത്തെ ഒരെണ്ണം കഴിച്ചിട്ടുണ്ടാകില്ല. ബാങ്കോക്കിലെ ഒരു സ്പെഷ്യൽ പാൻ കേക്കാണിത്. സ്പെഷ്യാലിറ്റി എന്തെന്നാൽ ഇതിന്റെ നിറം നല്ല കട്ട കറുപ്പാണ്. ആവശ്യത്തിലധികം ഫില്ലിങ്ങും നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് ഈ കുക്കുകൾ അതിനുള്ളിൽ വെച്ച് സെർവ് ചെയ്യുന്നതാണ്. ബാങ്കോക്കിലെങ്ങാനും പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കണേ. കരിഞ്ഞ പോലെ തോന്നുമെങ്കിലും നല്ല ടേസ്റ്റ് ഒക്കെ കാണുമായിരിക്കും അല്ലേ. നമ്പർ 12, ചിപ്സ്. മുറുക്ക് കാണാത്ത ഏതെങ്കിലും ഒരു ഉത്സവ സ്ഥലമുണ്ടോ? ചുരുക്കമാണല്ലേ. നമുക്ക് മുറുക്കില്ലാതെ വേറെ പരിപാടിയില്ല. നല്ല തിളച്ച എണ്ണയിൽ മാവ് കുഴച്ച് വട്ടത്തിലുണ്ടാക്കുന്ന മുറുക്ക് കറുമുറ കടിച്ചു തിന്നാൻ ഇഷ്ടമുള്ളവർ തന്നെയാണ് എല്ലാവരും. എന്നാൽ നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്ന മുറുക്കിന് വേണ്ട മാവ് കുഴയ്ക്കുന്ന മെഷീനിനെ കണ്ടോ? ഉപ്പൊന്നും എക്സ്ട്രാ ഇടേണ്ട ആവശ്യം പോലും ഇല്ലെന്നാ തോന്നുന്നേ. അമ്മാതിരി ഇളക്കിളക്കുമ്പോൾ സ്വാഭാവികമായും വിയർക്കുമല്ലോ. പിന്നെ എണ്ണയിലൊക്കെ ഇട്ട് വറക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതി അങ്ങ് ആസ്വദിക്കാം അല്ലേ ഗൈസ്. നമ്പർ 11, ലസ്സി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഗൈസ്? പ്രധാനമായും ആടിന്റെ പാലിനെ യോഗർട്ടാക്കി മാറ്റി അതിൽ വെള്ളവും സ്പൈസസും ഉപ്പും മധുരവും ഒക്കെ ഇട്ടിട്ടാണ് ലസ്സി തയ്യാറാക്കുന്നത്. പ്രധാനമായി സ്വീറ്റ്, സോൾട്ടി, സ്പൈസി എന്നിങ്ങനെയാണ് ലസ്സിയുടെ ഫ്ലേവർ വരാറ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇതിൽ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് മത്ത് പിടിക്കുന്ന സാധനമായി വിൽക്കാറുണ്ട്. അതെങ്ങാനും വാങ്ങി കുടിച്ചാലുണ്ടല്ലോ മോനെ, പോയ കിളി പിന്നെ എപ്പോ തിരിച്ചെത്തും എന്നൊന്നും പറയാൻ സാധിക്കില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിൽ അങ്ങ് അർപ്പിച്ചേക്കണം. ആ ലസ്സി വാങ്ങാനുള്ള തിരക്ക് കണ്ടോ ഗൈസ്. ഒരു കാലത്ത് കുലുക്കി സർബത്ത് കുടിക്കാൻ നമ്മൾ ക്യൂ നിന്നതുപോലെയല്ലേ. നമ്പർ 10, മസാല ദോശ. മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അതുണ്ടാക്കുന്ന സ്റ്റൈല് നോക്കി നിൽക്കുന്നത് ആദ്യമായിട്ടാ. മുംബൈയിൽ ദോശ വിൽക്കുന്ന ഈ ചേട്ടനെ കണ്ടോ? പുള്ളിയുടെ ദോശ ആ ഏരിയ മുഴുവൻ ഫേമസ് ആണ്. ടേസ്റ്റ് കൊണ്ടല്ല, പുള്ളി ദോശ ഉണ്ടാക്കുന്ന സ്റ്റൈലും സ്പീഡും കാണാനൊക്കെയാണ് ആളുകൾ ഇവിടെ വന്ന് ദോശ വാങ്ങുന്നത്. എന്നാലും ഗൈസ്, ഈ ഷോ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്ക് നല്ല ഫുഡ് കഴിക്കുക എന്നതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആട്ടെ, നിങ്ങളുടെ നാട്ടിൽ ഇജ്ജാതി സ്കില്ലിട്ട് ദോശ പരത്തുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് പോരട്ടെ. നമ്പർ 9, നൂഡിൽസ് ഡാൻസർ. 2 മിനിറ്റിൽ നൂഡിൽസ് ഉണ്ടാക്കുന്ന നിങ്ങളുടെ പ്രൊഫഷണൽ കുക്കിനെ വിളിച്ച് ഈ സ്റ്റൈൽ ഒന്ന് അനുകരിക്കാൻ പറയൂ. പുള്ളി പ്രൊഫഷണൽ ആണോ എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. ഈ കുട്ടി സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നതല്ല, ആ കയ്യിലുള്ളത് കയറുമല്ല. വെറൈറ്റി രീതിയിൽ ഡാൻസ് കളിച്ചുകൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക കഴിവാണ് ഇവിടെ അവർ പ്രദർശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ അപ്പൂപ്പനെ കണ്ടോ? പുള്ളിയുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒരുമിച്ച് കയറി വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഒരുമിച്ച് നൂഡിൽസ് ഉണ്ടാക്കാൻ ഒരാൾക്ക് നീന്തി കുളിക്കാൻ പറ്റുന്ന ചരുവത്തിൽ തന്നെ അങ്ങ് പാചകം ചെയ്തു. ആ പാത്രം ഇളക്കിയുള്ള കുക്കിംഗ് രീതി തന്നെ ഒന്ന് നോക്കൂ. പലതരം മിക്സ് ആക്കലുകൾ കണ്ടിട്ടുണ്ട്, എന്നാലും ഇമാതിരി മിക്സ് ആക്കൽ ഇതാദ്യമായിട്ടാ. കുറച്ച് ഫോഴ്സ് കൂടിയാൽ മതി, ഉള്ള ഫുഡെല്ലാം പുറത്തു പോകും. എന്തെല്ലാം കഴിവുകളുള്ള മനുഷ്യരല്ലേ നമുക്ക് ചുറ്റും. നമ്പർ 8, മണം കൊണ്ട് വശീകരിക്കുന്ന ലഹോറി കട്ട്ലാമ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള പാകിസ്ഥാനിലുള്ള ഒരു വെറൈറ്റി ഡിഷാണിത്. കാണാൻ പിസ്സ പോലെ ഉണ്ടെങ്കിലും ബേക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതിന് പകരം എണ്ണയിലിട്ട് വറുത്താണ് ഇവരിതുണ്ടാക്കുന്നത്. ഓരോ കുക്കിനും അവരുടേതായ വ്യത്യസ്ത രഹസ്യ റെസിപ്പികളും ഉണ്ടാകും. ടൊമാറ്റോ സോസൊക്കെ വെച്ചാണ് ഇവരിതിനെ ഉണ്ടാക്കാറ്. ഇതിങ്ങനെ വറുത്ത് കോരുമ്പോൾ ഉള്ള മണം അടിച്ചാലുണ്ടല്ലോ, ഇത് വാങ്ങാതെ വീട്ടിൽ പോകുക എന്നത് വളരെ കഷ്ടപ്പാടുള്ള പരിപാടിയായിരിക്കും. അമ്മാതിരി വശീകരണമാകും ആ മണത്തിന്. ഞാനതല്ല ആലോചിക്കുന്നത്, ഒരാൾ ഇതെങ്ങനെ തിന്നു തീർക്കും? അത്രയ്ക്കുണ്ടേ. നമ്പർ 7, മഹാരാഷ്ട്രയുടെ സ്വന്തം പാവ് ബജി. മഹാരാഷ്ട്രയിൽ ഒരു ഫേമസ് സ്ട്രീറ്റ് ഫുഡാണിത്. ബസുമതി റൈസും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ മിക്സ് ചെയ്ത് അതിൽ പാവ് ബജി മസാലയും ഇട്ടാണ് ഇവരിതുണ്ടാക്കിയെടുക്കുന്നത്. സ്വീറ്റ്, സ്പൈസി ആൻഡ് സൗർ ടേസ്റ്റ് ആകും ഇതിനുള്ളത്. മാത്രമല്ല, ഈ ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാൻ യോഗർട്ട് കൊണ്ടുണ്ടാക്കുന്ന റൈത്ത എന്ന സ്പെഷ്യൽ സോസും ഇവർ ഇതിനോടൊപ്പം നൽകുന്നു. ഇത് ട്രൈ ചെയ്തിട്ടുള്ളവർ പറയണേ. നമ്പർ 6, പോപ്സിക്കൽ കുൽഫി. തായ്ലാൻഡിന്റെ കുൽഫിയാണ് മക്കളെ പോപ്സിക്കൽ. കാണാൻ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. നല്ല ചൂടുള്ള സമയത്താകും തണുപ്പിക്കാനൊക്കെ ഇടയ്ക്ക് ഒരെണ്ണം വാങ്ങി കഴിക്കാവുന്നതാണ്.
സ്പൈസ് ടീ ജ്യൂസ്, ലെമനേഡ് എന്നിങ്ങനെയുള്ള ഫ്ലേവേഴ്സിൽ ഇവ ലഭ്യമാണ്. അപ്പോൾ മക്കളെ, കുൽഫിയാണോ പോപ്സിക്കിൾ ആണോ ആദ്യമുണ്ടായത്? കണ്ടെത്തിയിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. നമ്പർ 5, ഇറ്റാലിയൻ ലസാന്യ. ഈ അണ്ടാവിൽ നിന്നും കമിഴ്ത്തി ഒഴുകുന്ന ഐറ്റം കണ്ടോ? ഒരു സ്പെഷ്യൽ ഇറ്റാലിയൻ ഡിഷാണിത്. ന്യൂട്രൽ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ചീസ്, മീറ്റി റാഗു, മഷ്റൂം, മറ്റ് വെജിറ്റബിൾസ് എന്നിവയുടെയൊക്കെ കൂടെ സൈഡ് ഡിഷായി ആണ് ഇതിനെ ഉപയോഗിക്കാറ്. നമ്പർ 4, പുറമേ നരകം അകമേ സ്വർഗം. തായ്ലാൻഡിലെ സ്ട്രീറ്റ്സിൽ കാണപ്പെടുന്ന ഒരു ഫുഡാണിത്. പ്രിപ്പറേഷൻ എന്ന് പറയാൻ അങ്ങനെ എടുത്തു പറയത്തക്കതായി ഒന്നുമില്ല. കാരണം ഇവൻ ഡൂറിയാൻ എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ ചക്കയുമായൊക്കെ ചെറിയ സാമ്യമുണ്ട്. ഇവനെ കഴിക്കുന്നത് നല്ല തീയിലിട്ട് ചുട്ടെടുത്തിട്ടാണ്. അതിനുശേഷം ഇവനെ മെല്ലെ മുറിച്ച് ക്ലീൻ ആക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവന്റെ അകം നല്ല സോഫ്റ്റും ക്രീമിയുമായി മാറും. ഇതിൽ നിന്നും വരുന്ന മണം കാരണം ഹെൽ ഓൺ ഔട്ട്സൈഡ് ആൻഡ് പാരഡൈസ് ഓൺ ഇൻസൈഡ് എന്നൊരു ബിൽഡപ്പ് ടാഗ് കൂടി ആളുകൾ കൊടുത്തിട്ടുണ്ട്. ബനാന, മാംഗോ, പൈനാപ്പിൾ, കസ്റ്റേർഡ്, വാനില എന്നിവയൊക്കെ മിക്സ് ചെയ്താൽ കിട്ടുന്ന ഒരുതരം ഫ്ലേവറാണ് ഈ ഫ്രൂട്ടിനുള്ളത്. അതായത് കാണാൻ ലുക്ക് വലുതായിട്ടില്ലേലും അതിന്റെ ഉള്ള് വളരെയധികം പരിശുദ്ധമാണ് ഗൈസ്. നമ്പർ 3, ശത്രുക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡ്. ശത്രുക്കൾക്കൊക്കെ സ്നേഹത്തോടെ വാങ്ങി കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണിത് ഗൈസ്. കാരണം ഇതിൽ വളരെയധികം നാച്ചുറൽ ഫ്ലേവേഴ്സ് ആണുള്ളത്. നല്ല ഹൈജീൻ പാലിക്കുന്ന ഈ മനുഷ്യൻ ദിവസം 4 നേരം പല്ല് തേക്കുന്നത് കൊണ്ട് തന്നെ വായൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും. സോ വെറൈറ്റിക്ക് വേണ്ടി ഇവിടെ മുട്ട പൊട്ടിച്ച് വായിൽ ഒഴിച്ചതിന് ശേഷം പാത്രത്തിലേക്ക് തുപ്പിയിട്ടുകൊണ്ടാണ് ഇവൻ ഭക്ഷണം പാകം ചെയ്യുന്നത്. അത് ഒരു കൂസലുമില്ലാതെ ആർത്തി പിടിച്ച് തിന്നുന്ന വേറൊരു കീടത്തെയും നമുക്ക് വീഡിയോയിൽ കാണാം. അതേ ഗൈസ്, ഡെറ്റോൾ കൊല്ലാതെ വിട്ട ആ 2 കീടാണുക്കൾ. നമ്പർ 2, ജിമ്മൻ സ്പെഷ്യൽ. ജിമ്മിൽ പോകുന്ന ചങ്കിന് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ട്രീറ്റ് ഫുഡാണ് മക്കളെ ഇത്. തായ്ലാൻഡിലെ മെയിൻ ഐറ്റമാണിത്. ഓടി നടക്കുന്ന വണ്ടിനെയും പുഴുക്കളെയും ഒക്കെ നല്ല ചൂടോടെ എണ്ണയിലിട്ട് വറുത്ത് കപ്പലണ്ടി വിൽക്കുന്നത് പോലെ തരും. ഹൈ പ്രോട്ടീനാണ് ഇങ്ങനെയുള്ള ഫുഡിലൊക്കെ ഉള്ളത്. എന്നാലും നമുക്ക് തിന്നുന്നത് ഓർക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇതിനവിടെ നല്ല ഡിമാൻഡുണ്ട്. 7000ഓളം ടൺ ഇൻസെക്റ്റുകളെയാണ് ഒരു വർഷത്തേക്ക് അവിടുത്തെ ഫുഡ് ഇൻഡസ്ട്രികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുക്കുന്നത്. നോക്കി നിൽക്കുന്നത് എന്താ? ഒരു പാക്കറ്റ് പാഴ്സലാക്കി തരട്ടെ. നമ്പർ 1, പന ശർക്കര. പനയിൽ നിന്നുമാണ് ശർക്കര ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിനെ വ്യത്യസ്ത തരം പ്രോസസ്സിലൂടെ കടത്തിവിട്ട് അതിലെ വെള്ളത്തിന്റെ അംശമൊക്കെ ചൂടാക്കി മാറ്റി ശേഷം തണുപ്പിച്ചാണ് ശർക്കര ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഉരുട്ടി വെച്ചേക്കുന്നതെല്ലാം നല്ല ഒന്നാം തരം ശർക്കരയാണ് ഗൈസ്. എന്നാലും കയ്യിൽ അവർക്കൊരു ഗ്ലൗസ് ഇടാമായിരുന്നു. നമ്മുടെ കേരളത്തിലും ഇതുണ്ടാക്കുന്നുണ്ട്. അതെവിടെയാണെന്ന് കമന്റ് ബോക്സിൽ പറയാമോ? എന്തോരം തരം ഫുഡ് ഐറ്റംസ് ആണല്ലേ ഈ ലോകത്തുള്ളത്. അതിൽ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ ആളുകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആഹാരമാകും ഉണ്ടാക്കുക. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏഷ്യൻ കൺട്രീസിൽ തന്നെ കൂടുതലായി എരിവ് കൂടിയ ഭക്ഷണം കഴിക്കുവാനാണ് ഇഷ്ടം. അത്രയും എരിവ് ഒരുപക്ഷെ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവർക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ഓരോരുത്തരുടെ ജീവിത രീതികൾ മാറുന്നതിനനുസരിച്ച് അവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ചുമൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിലെയും ആഹാരമുണ്ടാക്കുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് അതിൽ നിന്നുമൊക്കെ ധാരാളം വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്നത് അംഗീകരിച്ചേ കഴിയൂ. കാരണം ഇന്ന് ജപ്പാൻ ഫുഡ് കിട്ടണമെങ്കിൽ ജപ്പാൻ വരെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടങ്ങളിൽ തന്നെ പല ഷോപ്പുകളും തുറന്നു കഴിഞ്ഞു. എങ്കിലും ആ രാജ്യത്ത് പോയി അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നത് വേറെയൊരു അനുഭൂതി തന്നെയാണ്. എന്തായാലും ഗൈസ്, ഹൈജീനൊക്കെ നോക്കി ഫുഡ് കഴിക്കാൻ ശ്രമിക്കൂ. അല്ലെങ്കിൽ ഫുഡിന്റെ ഇരട്ടി പൈസ ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. ഗുഡ് ബൈ.